ഇന്ത്യയിൽ ബീഫിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി റോക്കറ്റ് വേഗത്തിൽ മുന്നേറുകയാണ്. ആഗോളതലത്തിൽ ഉയർന്ന താരിഫുകളും മറ്റു വെല്ലുവിളികളും നേരിടുമ്പോഴും, വിശേഷിച്ചും അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ താരിഫ് യുദ്ധം സജീവമായി നിലനിൽക്കുമ്പോഴും, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീഫ് കയറ്റുമതി, മാംസ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് രാഷ്ട്രീയം സജീവമായി മുന്നേറുമ്പോഴാണ് രാഷ്ട്രം ഈ നേട്ടം കരസ്ഥമാക്കിയതെന്ന് ഓർക്കണം. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി $390 കോടി ആണ്. അതായത് ഇന്നത്തെ ഡോളർ മൂല്യപ്രകാരം 35,190 കോടി രൂപയുടെ കയറ്റുമതി. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മധ്യപൂർവ്വ മേഖലയിലെ ഈജിപ്ത്, സൗദി അറേബ്യ, ഇറാൻ, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കുമാണ് ഇന്ത്യയിൽ നിന്നുള്ള സിംഹഭാഗം കയറ്റുമതിയും നടക്കുന്നത്. ഇന്ത്യൻ മാംസം 70-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ബീഫിന്റെയും പശുവിന്റെയും പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടക്കൊലകൾ നടക്കുന്ന യുപിയിൽ നിന്നാണ് എന്നുകൂടി നാം അറിയണം. ഇന്ത്യയിലെ ബീഫ് വ്യവസായം ദ്രുതഗതിയിലാണ് മുന്നേറുന്നത്. വർദ്ധിച്ച കാലിസമ്പത്ത്, അത്യന്താധുനിക സംവിധാനങ്ങളുള്ള അറവുശാലകൾ, ലോകോത്തര സംസ്കരണ സംവിധാനങ്ങൾ, കുറ്റമറ്റ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ മാംസ വ്യവസായത്തെ ത്വരിതപ്പെടുത്തുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ വമ്പിച്ച പിന്തുണയാണ് നൽകുന്നത്. പോഷകസമൃദ്ധം എന്ന് പേരുകേട്ട ഇന്ത്യയിലെ എരുമയിറച്ചിക്ക് ആഗോളതലത്തിൽ വൻ ഡിമാൻഡാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന മാംസത്തിന്റെ 82% ബീഫാണ്. മട്ടൺ, ചിക്കൻ, പോർക്ക് എന്നിവയാണ് ബാക്കിയുള്ള 18%. മൊത്തം ഇന്ത്യയുടെ മാംസക്കയറ്റുമതിയിൽ 43% യുപിയിൽ നിന്ന് മാത്രമാണ് എന്നുകൂടി നാം അറിയണം. പിന്നാലെ ബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന, ഹരിയാന, ആന്ധ്രാപ്രദേശ് എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മാംസക്കയറ്റുമതിയിലൂടെയുള്ള വരുമാനം. സംസ്കരണം, കയറ്റുമതി തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തുകൽ, കൊമ്പ്, ഔഷധങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയ അനുബന്ധ മേഖലകൾ വേറെയുമുണ്ട്. ഇവിടെയും ആയിരങ്ങൾക്ക് തൊഴിൽ നൽകുന്നതോടൊപ്പം അവയും ഓരോരോ വ്യത്യസ്തമായ വ്യവസായ സാമ്രാജ്യങ്ങളാണ്. ലോകമെമ്പാടും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മാംസത്തിനായുള്ള അന്വേഷണം വർദ്ധിച്ചു വരികയാണ്. ആയതിനാൽ ഇന്ത്യയിലെ മാംസക്കയറ്റുമതി മേഖല 2026 ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കും. രാജ്യത്ത് പശുരാഷ്ട്രീയവും ബീഫിന്റെ പേരിലുള്ള കൂട്ടക്കൊലകളും സജീവമാകുമ്പോഴും വർദ്ധിച്ച ഉൽപാദനശേഷി, സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിർലോഭമായ സഹായ സഹകരണങ്ങൾ എന്നിവ കാരണം ഇന്ത്യൻ മാംസക്കച്ചവടക്കാർക്കും ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡ് ശോഭനമായ ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത്.